നമസ്കാരം. 1993 ഓസ്ലോ ഉടമ്പടി പ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഫലസ്തീൻ സർക്കാരിന് ഗാസ മുനമ്പിന്റെ അധികാരം കൈമാറാൻ ഹമാസ് തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലാണ് ഫലസ്തീൻ സർക്കാരിന്റെ ആസ്ഥാനം ഉള്ളത്. വെസ്റ്റ് ബാങ്കും ഗാസയും കൂടിച്ചേർന്നതാണ് അറബ് രാഷ്ട്രീയങ്ങൾ വിഭാവനം ചെയ്യുന്ന ഫലസ്തീൻ രാഷ്ട്രം. അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പദവി ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപം നൽകിയ സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെ താമസിക്കുന്ന എല്ലാ ഫലസ്തീനികളെ പുറത്താക്കുമെന്നും മേഖലയിലെ അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കുമെന്നും അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയുടെ ഭരണം ഫലസ്തീൻ ഭരണകൂടത്തിന് കൈമാറാൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചതായി സ്കൈ ന്യൂസ് അറേബ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഫലസ്തീൻ ആഭ്യന്തര യുദ്ധത്തിൽ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ നിയന്ത്രിക്കുകയും എതിരാളികളായ ഫലസ്തീൻ വിഭാഗമായ ഫത്തയെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത 2007 മുതൽ ഹമാസ് ഗാസയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയായിരുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധം ഹമാസിനെ ക്ഷീണിപ്പിച്ചു എങ്കിലും ഗാസയിൽ ഇസ്രായേൽ ഒരു ബദൽ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ ഗാസയുടെ ഭരണം ഇപ്പോഴും ഹമാസാണ് നിയന്ത്രിച്ചു പോരുന്നത്. ഗാസയിലെ പോലീസ്, ആരോഗ്യ സംരക്ഷണം, സിവിൽ സർവീസുകൾ എന്നിവ ഹമാസാണ് നടത്തുന്നത്. ഈജിപ്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹമാസ് വിട്ടുവീഴ്ച ചെയ്തത് എന്ന് സ്കൈ ന്യൂസ് അറേബ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗസ സ്ട്രിപ്പ് ജീവനക്കാരെ പുതിയ ഭരണകൂടത്തിലേക്ക് തിരികെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ശമ്പളം നൽകുമെന്ന് ഉറപ്പ് നൽകി വിരമിക്കലിന് അയക്കുകയോ ചെയ്യണം എന്ന് ഹമാസ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ എന്ന് സ്കൈ ന്യൂസ് അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഹമാസ് സമ്മതിച്ചത് കെയ്റോ സന്ദർശിച്ച ഹമാസ് പ്രതിനിധി സംഘത്തിന് മേൽ ഈജിപ്ഷ്യൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഫലസ്തീൻ ഭരണകൂടം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണെങ്കിലും ഗാസയിൽ ഫലസ്തീൻ ഭരണകൂടത്തിന്റെ പങ്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളയുകയായിരുന്നു. ചാനൽ 14 നൽകിയ സമീപകാല അഭിമുഖത്തിൽ ഫലസ്തീൻ ഭരണകൂടത്തെ ഭയാനകം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്.